മാഡം പറയണം. സർ, മറ്റൊരു നിവൃത്തിയില്ലാതെയാ SP-യുടെ മുന്നിൽ ഞാനൊരു പേഴ്സണൽ റിക്വസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഈ കേസിൽ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവാൻ SP കർശനമായ നിർദ്ദേശം കൊടുക്കണം. പോലീസിനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ ഒരു MLA ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ സാധാരണക്കാര് എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഊഹിക്കാലോ. MLA വിഷമിക്കാതെ, ആളിപ്പോ വരുമല്ലോ, വരട്ടെ. അല്ല, ഇതെന്തേ ആദ്യമേ എന്റെ ശ്രദ്ധയെ കൊണ്ടുവരാത്തെ? MLA എന്നെ നേരിട്ട് വിളിച്ചാലും മതിയായിരുന്നല്ലോ. അല്ല, അത് സർ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. വാ വാ. ഇതാരാന്നറിയാലോ അല്ലേ? ഓ സർ, MLA മാഡം. ഹലോ മാഡം. അതുപോട്ടെ, ജീവിതമെല്ലാം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അതെ സർ. കല്യാണങ്ങൾ, പാലുകാച്ചലുകൾ, അതിനെല്ലാം കൃത്യമായിട്ട് പോകാറുണ്ടല്ലോ. ബന്ധുക്കൾക്കെല്ലാം സുഖമാണല്ലോ. ഡ്യൂട്ടിക്കിടയിൽ അതിനൊന്നും സമയം കിട്ടാറില്ലല്ലോ സർ. ഡ്യൂട്ടിയോ? എന്ത് ഡ്യൂട്ടി? താൻ ഡ്യൂട്ടിയിലായിരുന്നെങ്കിൽ ഈ MLA-യുടെ പരാതിയിൽ എന്ത് നടപടി എടുത്തു പറ. അല്ല സർ, അത് ഇത് എന്നൊന്നും പറയണ്ട. നടപടി എന്തായി? അല്ല സർ, അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടോ? എന്ത് അന്വേഷണം DOSP സാർ? ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഞാൻ എത്ര പ്രാവശ്യമാണ് ഫോളോ അപ്പ് നടത്തിയത്? പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു നടപടിയോ മറുപടിയോ ഉണ്ടായോ? ഞാൻ സസ്പെൻഷൻ ഓർഡർ ഇടാൻ പോവാ. അയ്യോ സർ. MLA-യുടെ പരാതിയിൽ തന്നെ സസ്പെൻഡ് ചെയ്യാൻ പോവാണെന്ന്. സർ, ഞാൻ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് തരാം. എനിക്ക് തന്റെ റിപ്പോർട്ടല്ല വേണ്ടത്, ആളെ കിട്ടണം. MLA-യുടെ ഭർത്താവ് നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി ഹാജരാക്കണം. പറ്റുമോ? ഷുവർ സർ. ഈ കാര്യത്തിൽ ഞാനോ MLA-യോ നിങ്ങളെ വിളിക്കില്ല. വേണ്ട സർ, ഞാൻ കൃത്യമായിട്ട് അന്വേഷണം പൂർത്തിയാക്കാം. പിന്നെ ഈ കേസിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുണ്ടോ? അയ്യോ സർ, അങ്ങനെയൊന്നുമില്ല. അല്ല, കാണാതായ ആളിനെ തൽക്കാലം കണ്ടെത്തണ്ട എന്നുള്ളൊരു ഉദ്ദേശം അങ്ങനെ വല്ലതും ഉണ്ടോ? ഏയ് ഇല്ല സർ. എൻ്റെ സർവീസ് റെക്കോർഡ്സ് സാർ കണ്ടിട്ടുണ്ടല്ലോ. ഒരുപാട് ഗുഡ് സർവീസൊക്കെ കിട്ടിയിട്ടുണ്ട് സർ. ആ ഒരൊറ്റ പരിഗണന വെച്ചാ ഞാനൊരു അവസരം കൂടി തനിക്ക് തരാമെന്ന് വെച്ചത്. അടുത്തിനി എന്റെ മുമ്പിൽ വരുന്നത് ഒന്നുകിൽ ആളിനെയും കൊണ്ട്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത കടലാസ് വാങ്ങാൻ. ഓ